നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ മുൻപിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയുകയാണെങ്കിൽ, ഇത് 1972 ജൂൺ 30 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത സിലിണ്ടർ ആകൃതിയിലാണ്. ഏകദേശം 36 മീറ്റർ ഉയരമുള്ള സംഭവമാണ്. അപ്പോൾ ലൈറ്റ് ഹൗസിനുള്ളത്, ഇതിൻ്റെ അകത്തിനുള്ളത് ചുവപ്പും വെളുപ്പും തീർത്ത ഒരു വലയങ്ങളാണ്. അതിൽ ചായം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഏറ്റവും മുകളിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വൈറ്റായിട്ടും റെഡായിട്ടുള്ള ഒരു വലയം പിടിച്ച് ഇത്രയും പൊക്കം നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ഇവിടുന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറയുന്നത്, ഇത് പ്രവർത്തനത്തിന് ടൈമിങ് ഞാൻ പറയാം. കാരണം ഇത് നമ്മുടെ തിങ്കളാഴ്ച ദിവസം അത് അവധിയാണ്. നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച അവധിയാണ്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞ ടൈമിംഗ് എന്ന് പറയുന്നത് 10 മണി തൊട്ട് 12:45 വരെയാണ് ഇവിടുത്തെ പ്രവേശനം. നമുക്കിവിടെ പ്രവേശനം കിട്ടുന്നത് 10 മണി തൊട്ട് 12:45. പിന്നെ ഒരു ബ്രേക്കുണ്ട്. പിന്നെ ഒരു 2 മണിക്ക് വീണ്ടും തുറക്കും. പിന്നെ 5:45 ആകുമ്പോൾ 5:45 കൂടെ ക്ലോസ് ചെയ്യും. അപ്പം ആരെങ്കിലും ഇപ്പം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അറിവാണ് ഞാൻ തരുന്നത്. ഒരു എപ്പോഴായാലും ഈവനിങ് നമുക്ക് ഏറ്റവും നല്ല ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് കിളിവാതിലൂടെയാണ് ഞാൻ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമാണ്. നമുക്ക് മുകളിൽ കയറി നിന്ന് സംസാരിക്കാനും ഇത് കാണാനും അത്ര മനോഹരമായിട്ട് ഉള്ള ദൃശ്യമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അടുത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്. കോവളത്തിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നല്ലൊരു സ്ഥലമാണിത്. അതൊന്നൊരു വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനും ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കാണുന്നത് അടുത്ത പള്ളിയും ദൂരെയുള്ള അടുത്തുള്ള വിഴിഞ്ഞത്തിൻ്റെ അവിടെയുള്ള പള്ളിയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇത് മുകൾ ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു പോർട്ടിൻ്റെ ഒരു ഇത് പണിയൊക്കെ നടക്കുന്നതാണ്. ആ സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് തുടങ്ങി അങ്ങനെയുള്ള അതവിടെ നമുക്ക് കാണാൻ കഴിയും. ഒട്ടുമിക്ക കോവളം സൈഡ് മൊത്തം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ വളരെ മനോഹരമായിട്ടൊരു സ്ഥലം കൂടിയാണത്. വളരെ നല്ല സ്ഥലം. എല്ലാവരും ഈ സ്ഥലത്ത് നിന്ന് ദർശിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പച്ചപ്പ് കണ്ട പാറയിൽ ഉള്ള ആൽഗയാണത്. അത് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന ആൽഗകളും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഡേ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയൊരു സ്ഥലം കൂടിയാണ്.